ജന്മത്തിന് ആരെയും വിടത്തുമില്ല, ആർക്കും റെഫർ ചെയ്യത്തുമില്ല. ഗുഡ് മോർണിംഗ്. സോറി കേട്ടോ, എൻ്റെ കണ്ണിന്ന് വെള്ളം വരുന്നുണ്ട്. ഹലോ മൈ ഡിയേഴ്സ്, വെൽക്കം ടു ക്ലോൺ കപ്പിൾ യൂട്യൂബ് ചാനൽ. അപ്പോൾ കുറേ നാളായല്ലേ നമ്മളൊരു വീഡിയോയിലൊക്കെ കണ്ടിട്ട്. അപ്പോൾ വീഡിയോസ് എടുക്കാനായിട്ട് കുറച്ച് ബിസി ആയിരുന്നു ഞങ്ങൾ. 1-2 പ്രോഗ്രാംസ് ഉണ്ടായിരുന്നു. പിന്നെ ഓഫീസിൽ അത്യാവശ്യമായിട്ട് കുറച്ച്, ഇപ്പം നമുക്ക് ഇയർ എൻഡ് അല്ലേ വരുന്നത്, ഫിനാൻഷ്യൽ ഇയർ എൻഡാണ്. അപ്പോൾ അതിൻ്റെ കുറച്ച് തിരക്കൊക്കെ ഉണ്ടായിരുന്നു. അത് കാരണം പ്രോപ്പറായിട്ട് വീഡിയോസ് ഒന്നും ഇടാൻ പറ്റിയില്ല. അങ്ങനെ ഒരു ഗ്യാപ്പിന് ശേഷം ആദ്യമായിട്ടൊരു വീഡിയോ ഞങ്ങൾ അപ്ലോഡ് ചെയ്യാൻ പോവുകയാണ്. അപ്പോൾ ഇന്നത്തെ ടോപ്പിക് എന്ന് പറയുന്നത്, ഇനി വരുന്നത് വെക്കേഷൻ ആണല്ലോ. നമുക്ക് വെക്കേഷൻ ഒരു ഇമ്പോർട്ടൻസ് എന്ന് വെച്ചാൽ നമ്മൾ കണ്ണൻ്റെ കൂടെ ടൈം സ്പെൻഡ് ചെയ്യുന്നത് കൂടുതലായിരിക്കും. എന്നുവെച്ചാൽ നമ്മുടെ വർക്കും ബാക്കി ഷെഡ്യൂൾസ് എല്ലാം നമ്മൾ അതിനനുസരിച്ച് ഒന്ന് അഡ്ജസ്റ്റ് ചെയ്യാറുണ്ട്. വെക്കേഷൻ മാക്സിമം നമ്മളുടെ കൂടെ അവൻ സ്പെൻഡ് ചെയ്യണം എന്ന് തന്നെയാണ് ഞങ്ങളുടെ രണ്ടുപേരുടെ ആഗ്രഹം. അപ്പോൾ അതിനനുസരിച്ച് നമ്മൾ വർക്ക് ചിലപ്പോൾ ഓഫീസിൽ പോകുന്നത് ഓൾട്ടർനേറ്റ് ഡേയ്സ് ആക്കും. അതേപോലെ ഞാൻ ജിമ്മിൽ പോയിക്കൊണ്ടിരുന്നത് ഓഫീസിനടുത്ത് ഈവനിങ് ടൈം ആയിരുന്നു. അപ്പോൾ അത് മാറ്റിയിട്ട് ഞാൻ മോർണിംഗ് വീടിനടുത്തൊരു ജിമ്മിൽ പോകാൻ തുടങ്ങി. അതേപോലെ ഹസ്ബൻഡ് ആണെങ്കിലും എല്ലാ കാര്യങ്ങളും കണ്ണനെ പ്രിഫർ ചെയ്ത് ഇമ്പോർട്ടൻസ് കൊടുത്തുകൊണ്ട് കാര്യങ്ങളെല്ലാം നമ്മളൊന്ന് അഡ്ജസ്റ്റ് ചെയ്യാൻ തുടങ്ങി. അതിൻ്റെ കാര്യം എന്ന് വെച്ചാൽ, ഇപ്പോൾ കണ്ണൻ പഠിക്കുന്നത് MGM മോഡൽ സ്കൂളിലാണ്. ഇപ്പോൾ UKG ആണ്, ഇനി ഫസ്റ്റ് സ്റ്റാൻഡേർഡിലോട്ട്. അപ്പോൾ ഞാൻ ഈ MGMൽ കിഡ്സ് തൊട്ടേ അവൻ അവിടെയാണ് ചേർത്തത്. അപ്പോൾ തൊട്ട് സ്കൂളിൽ നിന്ന് നമുക്കൊരു ഓറിയൻറ്റേഷൻ തന്നിട്ടുണ്ടായിരുന്നു. അവർ ഫോളോ ചെയ്യുന്ന കരിക്കുലം എന്ന് പറയുന്നത് പ്രോപ്പർ സ്റ്റഡി ഓറിയൻറ്റഡ് ആയിരിക്കത്തില്ല. ഈ കിഡ്സ് LKG UKG ടൈമിൽ അത് ടീച്ചേഴ്സും പ്രിൻസിപ്പളും ഡീൻ എല്ലാവരും കൂടെ പ്രിപ്പയർ ചെയ്ത് ഈ ഹാബിറ്റ് ക്രിയേഷനാണ് അവർ കൂടുതൽ ഇമ്പോർട്ടൻസ് കൊടുക്കുന്നതെന്നുള്ളത് 3 വയസ്സുള്ളപ്പോൾ, 3ാമത്തെ വയസ്സിലാണ് നമ്മൾ അവനെ അവിടെ ചേർക്കുന്നത്. അപ്പോൾ തൊട്ടേ ഈ ടീച്ചേഴ്സ് നമുക്കൊരു ഓറിയൻറ്റേഷൻ തന്നിട്ടുണ്ടായിരുന്നു. അതായത് ഈ ഒരു ഏജ് എന്ന് പറയുന്നത് 3 to 5 വയസ്സ് വരെയുള്ള ഏജ് എന്ന് പറയുന്നതാണ് അവരുടെ ഉള്ളിൽ ഹാബിറ്റ്സ് ക്രിയേറ്റ് ചെയ്യുന്നത്. അതായത് അവരാക്കുന്നത് ഈ ഒരു ടൈമിൽ അവർ പഠിക്കുന്ന കാര്യങ്ങളും അവർ ഫോളോ ചെയ്യുന്ന ശീലങ്ങളും ഒക്കെയാണ്. അപ്പോൾ അതിനായിരിക്കും കൂടുതൽ ഇമ്പോർട്ടൻസ് കൊടുക്കുക എന്നുള്ളത് അന്നേ ടീച്ചേഴ്സൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ ആലോചിച്ചിട്ടുണ്ട്, ഒരു 2.5 വയസ്സ് തൊട്ട് കണ്ണനാണെങ്കിൽ ഭയങ്കര ബഹളം അവിടെ കിടന്നു. ചുമ്മാ ബഹളം വയ്ക്കും, ഞങ്ങൾ വരാൻ ലേറ്റ് ആകുമ്പോഴത്തേക്ക് പ്രശ്നം, അങ്ങനെ തറയിൽ കിടന്ന് ഉരുള്, അങ്ങനെയൊക്കെ ചില പ്രശ്നങ്ങളുണ്ടായിരുന്നു ഈ 2.5 വയസ്സ് സമയത്ത്. അപ്പോൾ അതിന് പെട്ടെന്നൊരു സഡൻ ചേഞ്ച് ആയിരുന്നു ഈ 3 വയസ്സിൽ കിഡ്സിൽ ജോയിൻ ചെയ്തപ്പോൾ തൊട്ട് അവനുണ്ടായത്. എന്ന് വെച്ചാൽ ഹാബിറ്റ്, ഏറ്റവും ഇമ്പോർട്ടൻസ് എന്ന് പറയുന്നത് ഗുഡ് ഹാബിറ്റ്സ്. അപ്പോൾ നമ്മൾ വിചാരിക്കും, നമ്മൾ എപ്പോഴും എല്ലാ കുട്ടികളുടെ, ഇപ്പോൾ ഞാനൊക്കെ കുഞ്ഞായിരിക്കുമ്പോഴേ കേട്ടിട്ടുണ്ട്, വേക്കപ്പ് ഏർലി ഇൻ ദ മോർണിംഗ്, ബ്രഷ് ദ ടീത്ത് ട്വൈസ് എ ഡേ, ടേക്ക് ബാത്ത് എവരി ഡേ. ഇത് നമ്മളുടെ പോയം കണക്ക് പറഞ്ഞു വെച്ചിരിക്കുന്ന സാധനം. പക്ഷേ അതിനെ എങ്ങനെ ഈ 3 വയസ്സുള്ള കുട്ടിയിൽ ഈ ഒരു ഹാബിറ്റ് അവർ ഉണ്ടാക്കിയെടുത്തു എന്നുള്ളത് ഞാനിപ്പോഴും അത്ഭുതപ്പെടുന്ന ഒരു കാര്യമാണ് കേട്ടോ. അതായത് സ്കൂളിൽ പോയി ഒരു 1 വീക്ക് കൊണ്ട് തന്നെ ഇവൻ കറക്റ്റായിട്ട്, വെച്ചാൽ 9 മണിക്കായിരുന്നു കണ്ണൻ്റെ ബസ് വന്നുകൊണ്ടിരുന്നത് കിഡ്സിൽ പഠിക്കുമ്പോഴത്തേക്ക്. ഇപ്പോഴും 7:30 വരും. ഈ LKG UKG ടൈമിൽ 7:30 ബസ് വരുന്നത്. അപ്പോൾ ഈ 9 മണിക്ക് സാധാരണ ആ ടൈമിൽ അവൻ അപ്പോൾ ഉറക്കം എണീക്കത്തേ ഉള്ളായിരുന്നു. ഈ ഒരു ശീലം ആദ്യം കുറച്ച് ബുദ്ധിമുട്ടായിരുന്നു. ബസ് വന്ന് ഫോൺ അടിച്ചാലും കൈയൊക്കെ റെഡി ആവത്തുള്ളൂ, ലേസി ആയിരുന്നു. ആ ഒരു ശീലം ഒരാഴ്ച കൊണ്ട് ഇവർ മാറ്റി എന്നുള്ളതാണ്. കറക്റ്റ് 7 മണിക്ക് കണ്ണ് എണീക്കാൻ തുടങ്ങി. ആദ്യം തന്നെ എല്ലാവരെയും ഗുഡ് മോർണിംഗ് പറയും. ഗുഡ് മോർണിംഗ് പറയുന്നൊക്കെ ഒരു പ്രത്യേക സ്റ്റൈലായിരുന്നു. ഇങ്ങനെ ഗുഡ് മോർണിംഗ് അങ്ങനെ പറഞ്ഞുകൊണ്ടിരുന്നത്. അപ്പോൾ അത് പിന്നെ ആരെ കണ്ടാലും, സ്ട്രേഞ്ചേഴ്സിന് ആരെ കണ്ടാലും അവൻ വിഷ് ചെയ്യും, ഹലോ പറഞ്ഞിരിക്കും. പക്ഷെ എല്ലാവരും പോസിറ്റീവ് റെസ്പോൺസ് ആയിരിക്കത്തില്ല കേട്ടോ. ചിലരത് മൈൻഡ് ചെയ്യത്തില്ല, ചിലർ തിരിച്ച് ഹായ് പറയും, കുട്ടിയല്ലേ എന്നുള്ള രീതിയിൽ. ചിലർ കണ്ട ഭാവം പോലും കാണാതെ പോകുന്ന ആൾക്കാരുണ്ട്. അത് ഓരോരുത്തരുടെ സിറ്റുവേഷനാണ്, അവരെന്ത് മൂഡിലാണെന്ന് നമുക്കറിയത്തില്ല. അപ്പം ഞാൻ കുറ്റം പറയുമല്ല, അങ്ങനെ. അപ്പോൾ ആ ഒരു ചേഞ്ച് പെട്ടെന്നാണ് എനിക്ക് ഫീൽ ചെയ്യാൻ തുടങ്ങിയത്. അങ്ങനെ ഞാൻ ഇവരെ പഠിപ്പിച്ചിരുന്ന ടീച്ചറുടെ അടുത്ത് നിന്ന് സംസാരിച്ചപ്പോൾ, നിങ്ങൾ എങ്ങനെയാ ഈ പെട്ടെന്നാണ് കുഞ്ഞുങ്ങൾക്ക് മാറ്റം ഉണ്ടായത്? അപ്പോൾ അവർ പറഞ്ഞത്, ഈ 3 വയസ്സിൽ നമുക്ക് ഇവരെ എന്തും പഠിപ്പിക്കാം, നമുക്ക് ഇഷ്ടമുള്ള രീതിയിൽ അവരെ മോൾഡ് ചെയ്തെടുക്കാൻ പറ്റും, അത് ഭയങ്കര ഈസിയാണെന്നാണ് പറഞ്ഞത്. അപ്പോൾ എനിക്ക് അതങ്ങനെ തോന്നിയായിരുന്നു കേട്ടോ. പിന്നെ ഈ രാത്രി കിടക്കുന്ന ടൈമിൽ തന്നെയും ഇവൻ സ്ഥിരം ഒരു സമയത്ത് കിടക്കത്തില്ലായിരുന്നു. നമ്മൾ TV കാണുവാണെങ്കിൽ കൂടെ ഇരിക്കും, അല്ലെങ്കിൽ എന്തെങ്കിലും കളിച്ചോണ്ടിരിക്കും, ഞങ്ങൾ എവിടെയെങ്കിലും പോവുകയാണെങ്കിൽ കൂടെ വരും. അപ്പോൾ അതിൽ നിന്ന് ഈ സ്കൂൾ ടൈമിൽ ഒരു ചേഞ്ച് ഉണ്ടായത്, അതും ടീച്ചർ സജസ്റ്റ് ചെയ്തൊരു മെത്തേഡാണ് കേട്ടോ. നമ്മളൊരു 8 o'clock മുന്നേ തന്നെ ഡിന്നർ കൊടുക്കുക. ഡിന്നർ കൊടുക്കുന്ന സമയത്ത് എപ്പോഴും ഉറപ്പായിട്ടും അച്ഛനും അമ്മയും കൂടെ ഇരുന്ന് തന്നെ. അപ്പം ഞാനും
ഹസ്ബൻഡും കണ്ണനും കൂടെ ഇരുന്ന് നമ്മൾ ഒരുമിച്ചിരുന്നേ ഫുഡ് കഴിക്കത്തുള്ളൂ. ആ സമയത്ത് അവൻ എന്തെങ്കിലും പറയാനുണ്ടെങ്കിൽ അവൻ അന്നൊന്നും പറയത്തില്ലായിരുന്നു, സ്കൂളിലെ കാര്യങ്ങളൊന്നും അങ്ങനെ വന്ന് പറയത്തില്ല. എന്നാലും എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ നമ്മൾ ചോദിച്ച് എന്തെങ്കിലും വായിന്ന് വീണാലായി. അപ്പോൾ അതൊക്കെ കേട്ട് അത് കഴിഞ്ഞിട്ട് ഒരു 8:30 ആകുമ്പോൾ നമ്മൾ വാം ലൈറ്റിലോട്ട് റൂം ഫുള്ള് ലൈറ്റ് അങ്ങ് മാറ്റും, വാം ലൈറ്റ് ആക്കും. ബ്രൈറ്റ് ലൈറ്റ് ഇടുമ്പോഴാണല്ലോ അവർക്ക് ഉറങ്ങാൻ സ്റ്റിമുലേഷൻ ബുദ്ധിമുട്ട് വരുന്നത്. അപ്പോൾ ഈ വാം ലൈറ്റ് ഇടുമ്പോൾ തന്നെ അവന് മനസ്സിലാവും ഞാൻ ഉറങ്ങാൻ പോവുകയാണെന്നുള്ളത്. അവർക്ക് കത്തും, കുഞ്ഞുങ്ങളല്ലേ. അതേപോലെ ഈ ലൈറ്റ് മാറ്റുന്നതിന് മുന്നേ തന്നെ അവനെ ഒന്ന് ഫ്രഷ് ആക്കും, മേലൊക്കെ കഴുകി ഡ്രസ്സൊക്കെ ചേഞ്ച് ചെയ്ത് അപ്പം തന്നെ ഒന്ന് തണുക്കും. അവരങ്ങ് തണുത്ത് അവർക്ക് ഉറക്കം വരും. ആ സമയത്ത് നമ്മൾ റൂമിൽ കൊണ്ട് കിടത്തി കഴിഞ്ഞാൽ ഒരു 10-15 മിനിറ്റിനുള്ളിൽ അവ ഉറങ്ങും. ഈ ഒരു ശീലം ഒരു 3-4 ദിവസം കഴിഞ്ഞപ്പോഴത്തേക്ക് ഇതങ്ങ് ഹാബിറ്റായിരുന്നു. അവ അങ്ങനെ ചെയ്യത്തുള്ളൂ. കറക്റ്റ് 8 മണിയാകുമ്പോൾ തന്നെ അവ ലൈറ്റ് ഓഫ് ചെയ്ത് റൂമിൽ ഒന്ന് കിടക്കാൻ തുടങ്ങും. അപ്പോൾ ഈ ഒരു പ്രക്രിയ എന്ന് പറയുന്നത് ഞങ്ങൾക്ക് വളരെ ഈസി ആയിരുന്നു. അപ്പോൾ ഞാനും വിചാരിച്ചത്, പിന്നെ സ്കൂളിൽ നിന്ന് പ്രത്യേകം പറയുന്നൊരു കാര്യമാണ്, വെക്കേഷൻ ടൈമിൽ ഒരിക്കലും അവരെ ഇഷ്ടത്തിന് വിടരുത് എന്നുള്ളത്. ഇഷ്ടത്തിന് വിടാൻ അവർ കളിക്കണം അങ്ങനെയല്ല, ഈ ഹാബിറ്റ് എപ്പോഴും അവരുടെ ഉള്ളിൽ തന്നെ നിർത്തണം. വെക്കേഷനാണ്, അപ്പോൾ തോന്നിയ പോലെ കിടന്നുറങ്ങാം, തോന്നിയ പോലെ എണീക്കാം, അങ്ങനെ ഒരു പരിപാടി വേണ്ട. അപ്പോൾ അത് ഞങ്ങൾ ഫസ്റ്റ് കിഡ്സിലെ വെക്കേഷൻ തൊട്ടേ അതും അങ്ങ് ഏറ്റെടുത്തു. ഈ പറഞ്ഞ പോലെ നമ്മുടെ വർക്കും കാര്യങ്ങളെല്ലാം അതിനനുസരിച്ച് മാറ്റി അവൻ്റെ കൂടെ തന്നെ മോസ്റ്റ്ലി ടൈം സ്പെൻഡ് ചെയ്യുക എന്നുള്ളത്. ഇപ്പോൾ ഒത്തിരി കേൾക്കുന്നുണ്ട് ഈ കുട്ടികൾ ചൈൽഡ്ഹുഡ് ട്രോമ എന്നും അവർ വളർന്നു വന്ന സിറ്റുവേഷൻ കാരണം ഉണ്ടാകുന്ന പ്രശ്നങ്ങൾ, ഇപ്പം അതല്ലേ കേൾക്കാനുള്ളൂ. അപ്പോൾ അത് കാരണം ഇനി വരുന്ന ജനറേഷനെങ്കിലും അങ്ങനെ ഒന്നും ആവാണ്ടിരിക്കുക എന്നുള്ളതാണ് ഞങ്ങൾ ആഗ്രഹിക്കുന്നത്. അപ്പോൾ നമ്മളാൽ കഴിയുന്ന കോൺട്രിബ്യൂഷൻ എന്താണോ നമ്മുടെ കുട്ടിക്ക് വേണ്ടി നമ്മളും ചെയ്യുക, അത്ര ഞാൻ ഉദ്ദേശിക്കുന്നുള്ളൂ. അതിന് ഞങ്ങൾ കണ്ടെത്തിയ കുറച്ച് ടിപ്സ് നിങ്ങൾക്ക് ഹെൽപ്ഫുൾ ആവട്ടെ എന്ന് ഞാൻ വിചാരിക്കുന്നതേ ഉള്ളൂ കേട്ടോ. അപ്പോൾ ഇഷ്ടപ്പെടുന്നു എന്നുണ്ടെങ്കിൽ സ്കിപ്പ് ചെയ്യാണ്ട് കംപ്ലീറ്റ് ആയിട്ട് കാണണം കേട്ടോ. അപ്പോൾ ഫസ്റ്റ് ടിപ്പ് അതാണ്, ഹാബിറ്റ് ക്രിയേഷൻ. അപ്പോൾ വെക്കേഷൻ ആണെങ്കിൽ കൂടി അവർ എണീക്കുന്ന ടൈമിൽ ഒരു ചേഞ്ച് ഉണ്ടാവാണ്ടിരിക്കുക. ഇപ്പം ഞങ്ങളൊക്കെ എന്ന് പറഞ്ഞാൽ കുഞ്ഞിലെ ഇതേപോലെ ഹാബിറ്റ് ക്രിയേഷൻ അങ്ങനെ ഒന്നും ഉണ്ടായിരുന്നില്ല, തോന്നിയ കണക്കായിരുന്നു. അപ്പം ഞാനിപ്പോഴും കണ്ണന് പോകണ്ടെന്നുണ്ടെങ്കിൽ ഞാൻ എക്സ്ട്രാ ടൈം കിടന്നുറങ്ങും, പക്ഷെ അവ സമ്മതിക്കത്തില്ല. അമ്മ എണീറ്റ് വാ എന്നെ നിർബന്ധിച്ചുകൊണ്ടിരിക്കും. അപ്പം ഞാൻ ചിലപ്പം ഇവ ഉറങ്ങിയതിന് ശേഷം ചിലപ്പോൾ ഞങ്ങൾ TV ഒക്കെ കാണാറുണ്ട്. അത് കാരണം ഉറക്കം നിൽക്കുന്ന കാരണം ചിലപ്പോൾ ഉറങ്ങാറുണ്ട്. അവ അതിന് സമ്മതിക്കത്തില്ല. നമ്മളും കറക്റ്റ് ടൈമിൽ തന്നെ എണീക്കണം, അവൻ്റെ കൂടെ തന്നെ നിൽക്കണം. അപ്പോൾ അത് ഇങ്ങോട്ട് ആവശ്യപ്പെടാൻ തുടങ്ങി. അപ്പോൾ നമ്മളും ആ ഒരു ട്രാക്കിലായി. അപ്പോൾ വെക്കേഷനും ഈ ഒരു ഹാബിറ്റ് തന്നെ നമ്മൾ കണ്ടിന്യൂ ചെയ്തുകൊണ്ടിരിക്കുക. രാവിലെ അവർ എണീക്കുന്ന സമയത്ത് തന്നെ എണീക്കട്ടെ, അവരെ എല്ലാവരെയും അവരെ കൊണ്ട് വിഷ് ചെയ്യിപ്പിക്കണം. വീട്ടിൽ മുതിർന്ന അപ്പൂപ്പന അമ്മൂമ്മമാരൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ അവർക്ക് വിഷ് ചെയ്യാൻ പറയണം. അതേപോലെ രാവിലെ തന്നെ അവരെ മൂഡ് ഓഫ് ആക്കാണ്ടിരിക്കാൻ ശ്രദ്ധിക്കുക. ചുമ്മാ നമ്മൾ അവരെ നിർബന്ധം രാവിലെ അവരെ നിർബന്ധം പിടിച്ചു കഴിഞ്ഞാൽ ഫുൾ ഡേ അവർ നിർബന്ധത്തിൽ തന്നെ ആയിരിക്കും. അപ്പോൾ അതുകൊണ്ട് അതൊന്ന് ശ്രദ്ധിക്കണം. അതേപോലെ തന്നെ ഈ കറക്റ്റ് ടൈമിൽ ബ്രഷ് ചെയ്യുക, ബ്രേക്ക്ഫാസ്റ്റ് രാവിലെ തന്നെ അവർ ഡ്രസ്സൊക്കെ ചേഞ്ച് ചെയ്ത് എവിടെയെങ്കിലും പോകുന്ന രീതിയിൽ ഒരുക്കിയിരിക്കുക എന്നുണ്ടെങ്കിൽ അവർ ഫുൾ ഡേ ആക്റ്റീവ് ആയിരിക്കും. പിന്നെ അവർക്ക് ഇഷ്ടപ്പെട്ട കളികൾ നമ്മൾ 1-2 ഗെയിംസ്, അതായത് ഈ കിഡ്സ് LKG UKG സമയത്ത് അവർക്ക് കൊടുക്കാൻ പറ്റുന്ന കുറച്ച് ഗെയിംസ് എന്ന് പറഞ്ഞാൽ നമ്മുടെ കളിപ്പാട്ടങ്ങളില്ലേ, അതിലുള്ള പസിൽസ് പോലത്തെ ഗെയിംസ് ആണ് നമ്മൾ അവന് കൊടുത്തോണ്ടിരുന്നത്. ആദ്യം കൊടുക്കാറുള്ളത് ബീഡ്സ് ആയിരുന്നു. ഈ പല കളറിലുള്ള ബീഡ്സ്, പല പാറ്റേൺസ്, അതിന് പല അറേഞ്ച്മെന്റ്സ് ഉണ്ട്. ഞാൻ അതിൻ്റെ പിക്ചർ ഇവിടെ കാണിക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഈ ഐറ്റം ഈ ട്രയാങ്കുലർ ഷേപ്പ്, റെക്ടാങ്കിൾ, സർക്കിൾ, അപ്പോൾ അതേപോലെ തന്നെ കളേഴ്സ് ഈ ക്രോസ് മാച്ച് ചെയ്യുക, ഓൾട്ടർനേറ്റ് കളേഴ്സ്, നമ്മൾ പറയുന്ന രീതിയിൽ ഇവരിത് കൊരുത്ത് ചെയ്യും. ഇതായിരുന്നു നമ്മൾ ഫസ്റ്റ് ഇൻട്രൊഡ്യൂസ് ചെയ്ത ഈ ഗെയിം എന്ന് പറയുന്നത്. അതിൽ അവർക്ക് കോർഡിനേഷനും അതേപോലെ തന്നെ ഈ ഹാൻഡ് ബ്രെയിൻ കണക്ഷൻ അതൊക്കെ ഇമ്പ്രൂവ് ചെയ്യാൻ നല്ലതാണ് ഈ ഒരു ബീഡ്സ് എന്ന് പറയുന്നത്. നെക്സ്റ്റ് എന്ന് പറയുന്നത് പസിൽസിൽ വെച്ച് കഴിഞ്ഞാൽ പസിൽസ് ക്രിയേറ്റ് ചെയ്യുന്നതിലൂടെ ഇവരുടെ ഇന്റലക്ച്വൽ ലെവൽ ഒരുപാട് ഇമ്പ്രൂവ് ആകും എന്നാണ് പറയുന്നത്. ഇത് പിക്ചറിൽ കാണുന്ന അതേപോലെ ആ പസിൽ ഉണ്ടാക്കിയെടുക്കുക. അതിന് പല ലെവൽസ് ഉണ്ട്. പസിൽസിന്റെ ഈസി ലെവലുണ്ട്, മീഡിയം ലെവലുണ്ട്, ഹാർഡ് ലെവലുണ്ട്. ഇപ്പൊ ഇതിന്റെ ഹാർഡ് ലെവൽ വരെയൊക്കെ കണ്ണം ചെയ്യാറുണ്ട്. നെക്സ്റ്റ് ഗെയിം എന്ന് പറയുന്നത് പിന്നെ നമ്മൾ ഇൻട്രൊഡ്യൂസ് ചെയ്തത് ലൂഡോ കളിക്കുന്ന. അത് ഒരു വലിയ ഐറ്റം ആണോ എന്ന് വെച്ചാൽ അറിയത്തില്ല, പക്ഷെ അവ ഇപ്പം നന്നായിട്ട് കളിക്കുന്നുണ്ട്. അതേപോലെ തന്നെ യൂനോ കാർഡ്സ്. നമ്മളിപ്പോൾ എന്ത് പുതിയ ഗെയിം ഇൻട്രൊഡ്യൂസ് ചെയ്താലും ഒരു 1-2 ദിവസത്തിനകം അവൻ തന്നെ അത് കണ്ടുപിടിച്ച് അവൻ അതിൻ്റെ
എക്സ്പെർട്ട് ആവും. ഇപ്പം നമ്മളെക്കാട്ടി നന്നായിട്ട് ഈ ഗെയിംസ് കളിക്കുന്ന അവനാണ്. ഇനി ഞാൻ പ്ലാൻ ചെയ്യുന്നത് ക്യാരം ബോർഡാണ്. ക്യാരം ബോർഡും ചെസ്സും എങ്ങനെയാണെന്നുള്ളത് എനിക്കറിയത്തില്ല. ചെസ്സ് ഇനി ഞാൻ പഠിച്ചിട്ട് അവനെ കൂടെ പഠിപ്പിക്കുക എന്നുള്ളത് അത് ഞങ്ങൾ പ്ലാൻ ചെയ്യുന്നു. ഇനി ഈ വെക്കേഷൻ എന്ന് പറയുന്നത് നമ്മൾ അവരുടെ ഗ്രേഡ് ചേഞ്ച് ചെയ്യുകയാണ്. ഇപ്പോൾ LKG to UKG എന്ന് പറയുമ്പോൾ തന്നെ ഇപ്പോൾ LKG ഇവർക്ക് പഠിക്കാനുള്ള സബ്ജക്ട്സ് എന്ന് പറയുന്നത് ഇംഗ്ലീഷ്, നമ്പേഴ്സ്, GK, അതേപോലെ ഹിന്ദി, മലയാളം, ഇത്ര 5 സബ്ജക്ട്സ് ആയിരുന്നു. UKG. LKG ഹിന്ദി ഇല്ലായിരുന്നു, ബാക്കിയെല്ലാം ഉണ്ടായിരുന്നു. അപ്പോൾ ഒരു ലാംഗ്വേജ് എക്സ്ട്രാ അവർ പഠിക്കുകയാണ് UKG. അപ്പോൾ അതിൻ്റെ ഒരു ട്രാൻസിഷൻ പീരീഡും കൂടെയാണ് ഈ വെക്കേഷൻ എന്ന് പറയുന്നത്. അപ്പോൾ ഈ വെക്കേഷനിൽ അവർ പ്രിപ്പയർ ആവണം. എന്തിനൊക്കെ പ്രിപ്പയർ ആവണം എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇവരുടെ സ്കൂളിലെന്ന് വെച്ച് കഴിഞ്ഞാൽ ഫുഡ് കൊണ്ടുപോയി കഴിഞ്ഞാൽ ആൻറ്റിമാരെ എടുത്തു കൊടുക്കും. അതേപോലെ പ്ലേറ്റ്സ് എല്ലാം കഴുകാനും ആൻറ്റിമാർ തന്നെ ഹെൽപ്പ് ചെയ്ത് കൊടുക്കും. ഇപ്പോൾ ടോയ്ലറ്റിൽ പോകണമെങ്കിലും വാഷ് ചെയ്യാൻ LKG ആൻറ്റിമാർ ഹെൽപ്പ് ചെയ്യുമായിരുന്നു. UKG എത്തിയപ്പോൾ ഈ ഹെൽപ്പൊന്നും ഇല്ല. ഇതെല്ലാം ഇവർ തന്നെ, ഹെൽപ്പ് ഇല്ല എന്ന് വെച്ചാൽ ഇവരുടെ ഒരു മേൽനോട്ടം മാത്രമേ ഉണ്ടാവത്തുള്ളൂ. ബാക്കിയെല്ലാം ഇവർ പയ്യെ പഠിച്ചു വരണം. അപ്പോൾ ഇനി ഫസ്റ്റ് സ്റ്റാൻഡേർഡിൽ എന്ന് പറയുമ്പോൾ ഒരു ഹെൽപ്പ് ഉണ്ടാവത്തില്ല. ഇവർ തന്നെ ഫുഡ് എടുക്കണം, അതേപോലെ വാഷ് ചെയ്യണം, പ്ലേറ്റ്സ് വാഷ് ചെയ്യണം. അപ്പോൾ ഈ കാര്യങ്ങളെല്ലാം ഈ ഒരു ഗ്യാപ്പിൽ അവരെ നമ്മൾ പഠിപ്പിച്ചെടുക്കണം. അപ്പോൾ അതിനുള്ളൊരു ട്രാൻസിഷൻ പീരീഡും കൂടെയാണ് ഈ ടൈം എന്ന് പറയുന്നത്. അതേപോലെ തന്നെ ഫുഡ് ഹാബിറ്റ്സ് എന്ന് പറയുമ്പോൾ ഇപ്പോൾ വെക്കേഷനാണ്, സമ്മറാണ്, മാക്സിമം ഫ്രൂട്ട്സ്, ലീഫി വെജിറ്റബിൾസ് എല്ലാം ഇൻക്ലൂഡ് ചെയ്യാൻ നോക്കുക. ഞങ്ങൾ ചെയ്യുന്ന കാര്യമാണ് വാട്ടർമെലൺ കൂടുതൽ കൊടുക്കുന്നത് നന്നായിരിക്കും. അതേപോലെ ഓറഞ്ച്, പൈനാപ്പിൾ ഇങ്ങനെയുള്ള ജ്യൂസായിട്ടോ അവർ കഴിക്കുന്ന രീതിയിൽ എങ്ങനെയാണെന്ന് വെച്ചാൽ അതൊന്ന് ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നത് നന്നായിരിക്കും, കൂടുതൽ കൊടുക്കുന്നത്. അതേപോലെ ഫുഡ് ടൈമിങ്ങും കറക്റ്റായിരിക്കണം. പിന്നെ അവരുടെ വെയിറ്റിനനുസരിച്ചുള്ള പ്രോട്ടീൻ ഇൻടേക്ക് ഉണ്ടോ എന്നുള്ളതും ശ്രദ്ധിക്കുക. അത്തരം കാര്യങ്ങൾ. പിന്നെ മില്ലറ്റ്സ് കൂടുതൽ ഇൻക്ലൂഡ് ചെയ്യണം എന്നുള്ളത് സ്കൂളിൽ എപ്പോഴും പറയുന്ന കാര്യമാണ്. പഠിക്കുന്ന കുട്ടികൾക്ക് ഏറ്റവും നല്ല സംഭവമാണ് ഈ മില്ലറ്റിൻ്റെ പുട്ട്, ദോശ അതൊക്കെ ഉണ്ടാക്കി കൊടുക്കാം. അതേപോലെ തന്നെ ബദാം, ഇത്തരം ഐറ്റംസ് കറക്റ്റായിട്ട് അവരുടെ ഡയറ്റിൽ ഉണ്ടാവണം എന്നുള്ളത് നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യമാണ്. ഈ വെക്കേഷൻ ആണെങ്കിൽ പോലും അവർക്ക് ജങ്ക്സ് ഒന്നും കൊടുക്കാതെ പുറത്തുനിന്നുള്ള ഫുഡൊക്കെ മാക്സിമം ഒഴിവാക്കി അവർ വളർന്ന് വലുതായി ഒരു സ്റ്റേജ് എത്തുമ്പോൾ അവരിതൊക്കെ കഴിക്കുമായിരിക്കും. പക്ഷെ അപ്പം നമുക്കൊന്നും ചെയ്യാൻ പറ്റത്തില്ല. പക്ഷെ നമുക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റുന്നൊരു ടൈമിൽ നമ്മൾ കൺട്രോൾ ചെയ്യാറുണ്ട്. ഈ മോർണിംഗ് റൂട്ടീൻ്റെ ഏറ്റവും വലിയ ഇമ്പോർട്ടൻസ് എന്ന് പറയുന്നത്, ഇപ്പം നമ്മളാണെങ്കിൽ പോലും നമ്മൾ രാവിലെ എണീറ്റ് ഭയങ്കര തിരക്കായിട്ട് ഓടി ഫുഡ് ഉണ്ടാക്കുന്നു, അങ്ങോട്ട് ഓടുന്നു, ഇങ്ങോട്ട് ഓടുന്നു, എല്ലാ കാര്യങ്ങളും ചെയ്ത് ഓഫീസിലേക്ക് റഷിന് പോയി കഴിഞ്ഞാൽ ആ ദിവസം എനിക്ക് ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും. ഞാൻ ഭയങ്കര മൂടിയായിരിക്കും, എനിക്ക് എപ്പോഴും ഉറക്കം വരും, ലേസി ആയിരിക്കും. അതേസമയം രാവിലെ എണീറ്റ് ഒരു 10-15 മിനിറ്റ്സ് നമുക്ക് വേണ്ടിയിട്ട് മെഡിറ്റേഷൻ എന്നൊക്കെ പറയും. നമുക്ക് അതൊന്നും ചെയ്യാനൊന്നും അറിയത്തില്ല എങ്കിൽ കൂടി ചുമ്മാ സൈലൻ്റ് ആയിട്ട് കുറച്ച് നേരം എവിടെയെങ്കിലും ഇരിക്കുക. അതേപോലെ നമ്മൾ ഒരു കപ്പ് കോഫി ആണെങ്കിൽ കൂടി അത് ഇച്ചിരി ടൈം എടുത്ത് എൻജോയ് ചെയ്ത് കുടിക്കുക. അപ്പോൾ ആ ഒരു ടൈം എന്ന് പറയുന്നത് ഭയങ്കര ഇമ്പോർട്ടൻസാണ് നമുക്ക് തന്നെ. അപ്പോൾ പിന്നെ കുട്ടികളുടെ കാര്യം പറയണല്ലോ അല്ലേ. അപ്പോൾ നമുക്ക് ഈ ഹാബിറ്റ് ഉണ്ടാകുന്നതും നമുക്കുണ്ടാകുന്ന ഈ സ്ട്രെസ്സും ടെൻഷനും എല്ലാം അവർ കാണിക്കുന്നത് എന്താ, അവരുടെ ടാൻട്രംസ്, അവർ ഈ ബഹളം വയ്ക്കുക, സാധനങ്ങൾ വലിച്ചെറിയുക, ദേഷ്യം വയ്ക്കുക, അങ്ങനെ കാണിക്കാനേ അവർക്കറിയാവൂ. നമുക്കത് കൺട്രോൾ ചെയ്യാൻ പറ്റുമെങ്കിൽ അവർക്കത് കൺട്രോൾ ചെയ്യാൻ പറ്റത്തില്ല. അപ്പോൾ അതാണ് ഈ മോർണിംഗ് റൂട്ടീൻ്റെ ഏറ്റവും വലിയ ഇമ്പോർട്ടൻസ് എന്ന് പറയുന്നത്. എന്നാൽ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ് ഇവരുടെ ഹാൻഡ് റൈറ്റിംഗ് എന്ന് പറയുന്നത് അല്ലേ. കിഡ്സിൽ അവർ ഒന്നും വരയ്ക്കത്തില്ല, ജസ്റ്റ് സ്ക്രിബിളിങ് മാത്രമായിരിക്കും. ന്യൂസ് പേപ്പറിൽ എവിടെ നോക്കിയാലും സ്ക്രിബിളിങ്, ഈ വീട്ടിൽ എവിടെ നോക്കിയാലും അവൻ്റെ സ്ക്രിബിളിങ് മാത്രമേ കാണാനുള്ളൂ, ചുവരിലും എല്ലായിടത്തും വരച്ചിരിക്കും. അപ്പോൾ അതേപോലെ അത് UKG എത്തുമ്പോഴത്തേക്ക് ലൈൻസിൽ പഠിക്കും. അതേപോലെ ABCD കഴ്സീവ് ഇൻട്രൊഡ്യൂസ് ചെയ്ത് UKG ആയപ്പോഴത്തേക്കും നീറ്റായിട്ട് അവർ 4 ലൈനിലും 2 ലൈനിലും ഒക്കെ എഴുതാൻ തുടങ്ങി. അങ്ങനെ ഇവൻ്റെ ഹാൻഡ് റൈറ്റിംഗിൽ ചെറിയ പ്രശ്നമുണ്ടെന്ന് ടീച്ചർ എപ്പോഴും പറയാറുണ്ട്. മാക്സിമം ഞാനത് ഇമ്പ്രൂവ് ചെയ്യാൻ ശ്രദ്ധിക്കുന്നുണ്ട്. ചില സമയത്ത് അവൻ ഇങ്ങനെ ലേസി ആയി കളയും, എഴുതാനായിട്ട് മടി കാണിക്കും. പക്ഷെ വായിക്കാൻ ഭയങ്കര ഇഷ്ടമാണ്. കുഞ്ഞിലെ തൊട്ടേ റീഡ് ചെയ്യാനാണ് കൂടുതൽ താല്പര്യം, റൈറ്റ് ചെയ്യാൻ അത്ര താല്പര്യമില്ല. അപ്പോൾ ഞാനങ്ങനെ അതിന് ഇമ്പ്രൂവ് ചെയ്യാനായിട്ടുള്ള മെത്തേഡ്സ് നോക്കുന്നുണ്ട്. അപ്പോൾ ഞാൻ ഹാൻഡ് റൈറ്റിംഗ് പഠിച്ചിട്ടുണ്ട്. നമ്മൾ ഹാൻഡ് റൈറ്റിംഗ് പഠിക്കുക എന്ന് പറയുന്നത് ഈ സ്ക്രിബിളിംഗ് തന്നെയാണ് ഹാൻഡ് റൈറ്റിംഗ് ഇമ്പ്രൂവ് ചെയ്യാനുള്ള ഏറ്റവും വലിയ വഴി എന്ന് പറയുന്നത്. അതിൻ്റെ ഒരു പിക്ചർ ഞാനതിൽ കാണിച്ചത്. ഈ രീതിയിൽ അവരെ കൊണ്ട് ഈ ലൈൻസ് ഇങ്ങനെ വരപ്പിച്ച് കഴിഞ്ഞാൽ സ്ക്രിബിളിംഗ് നമുക്ക് ഏറ്റവും ഈസി ആയിട്ട് എടുക്കാൻ പറ്റും. ഈ സ്ക്രിബിളിംഗ് അവർ കറക്റ്റായിട്ട് ചെയ്ത് കഴിഞ്ഞാൽ എല്ലാ ലെറ്റേഴ്സും അവർക്ക് എഴുതാനും പറ്റും. ഇപ്പോൾ ഹാൻഡ് റൈറ്റിംഗ് ഫസ്റ്റ് സ്റ്റേജ് എന്ന് പറയുന്നത് നമ്മളെപ്പോഴും വെർട്ടിക്കൽ ലൈൻസ് അവരെ കൊണ്ട് വരപ്പിക്കുക. വെർട്ടിക്കൽ ലൈൻസ് എവിടെയാണെങ്കിലും സ്ട്രെയിറ്റ് ആയിട്ട് വെർട്ടിക്കൽ ലൈൻസ് വരപ്പിക്കുക. നെക്സ്റ്റ് എന്ന് പറയുന്നത് ഹൊറിസോണ്ടൽ ലൈൻസ് വരയ്ക്കുക. നെക്സ്റ്റ്
കർവ്സ് വരയ്ക്കുക, അതേപോലെ സിക്സ് ആക്ക് ലൈൻസ്, അങ്ങനെ ഇതെല്ലാം നമ്മൾ ഓരോ പേജിൽ ഇങ്ങനെ റൈറ്റ് ചെയ്യിപ്പിച്ച് വരുമ്പോഴത്തേക്ക് ഓട്ടോമാറ്റിക്കലി അവരുടെ ഹാൻഡ് റൈറ്റിംഗ് ഇമ്പ്രൂവ് ആയിക്കോളും. ഹാൻഡ് റൈറ്റിങ്ങിൻ്റെ ഇമ്പോർട്ടൻസ് എന്ന് പറഞ്ഞാൽ നമ്മൾ UKG-ന്ന് ഫസ്റ്റ് സ്റ്റാൻഡേർഡിലോട്ട് ചെല്ലുമ്പോൾ അവർ സ്വന്തമായിട്ട് ബോർഡിൽ നോക്കി കോപ്പി ഡൗൺ ചെയ്യേണ്ട ആവശ്യമുണ്ട്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മൾ അവരെ ഹാൻഡ് റൈറ്റിംഗ് ടീച്ചേഴ്സൊക്കെ കഷ്ടപ്പെട്ട് ഉണ്ടാക്കിയെടുത്തിരിക്കുന്ന ഹാൻഡ് റൈറ്റിംഗ് നമ്മളായിട്ട് നശിപ്പിക്കാൻ പാടില്ല. അപ്പോൾ എപ്പോഴും ഈ എക്സസൈസ് ചെയ്യിക്കുക. അതേപോലെ അവരെ കൊണ്ട് ചെറിയ വേർഡ്സ് എല്ലാം 4 ലൈനിൽ തന്നെ എഴുതിപ്പിക്കാൻ പറ്റും എന്നുണ്ടെങ്കിൽ ബെറ്റർ ആയിരിക്കും. ഇന്ന് വെക്കേഷന് ചെയ്യാൻ പറ്റുന്ന ഏറ്റവും വലിയൊരു കാര്യമാണ് എന്തെങ്കിലും ഒരു സ്കില്ല് പഠിപ്പിക്കുക എന്നുള്ളത്. അത് ഓരോ കുട്ടിക്ക് ഓരോ ടാലൻ്റ് ആയിരിക്കും. അപ്പോൾ അത് നമ്മൾ അവരിൽ നിന്ന് ഐഡൻറ്റിഫൈ ചെയ്യണം. അപ്പം ഞാൻ കണ്ണൻ്റെ നിന്ന് ഐഡൻറ്റിഫൈ ചെയ്ത 1-2 കാര്യങ്ങളാണ്. അവൻ പിയാനോ വായിക്കാൻ ഇഷ്ടമാണെന്ന് എനിക്ക് മനസ്സിലായത് ഇവിടെ ഒരു ടോയ് പിയാനോ ഞങ്ങളുടെ ഒരു ഫ്രണ്ട് പുറത്തുനിന്ന് വന്നപ്പോൾ കൊണ്ടുവന്ന് കൊടുത്തായിരുന്നു. അപ്പം അതിൽ അവൻ തന്നെ പ്ലേ ചെയ്ത് തന്നെ പാട്ട് പാടാൻ തുടങ്ങി. അപ്പം മനസ്സിലായി ഇതിൽ അവനെന്തോ ഇൻട്രസ്റ്റ് ഉണ്ട്. അതേപോലെ ഇവിടെ തന്നെ ഗിറ്റാറൊക്കെ ഉണ്ട്. ഞങ്ങൾക്ക് ഈ മ്യൂസിക് ബാക്ക്ഗ്രൗണ്ട് ഉള്ളതുകൊണ്ട് ഗിറ്റാർ വയലിനൊക്കെ ഇവിടെ തന്നെ ഉണ്ട്. അതൊക്കെ എടുത്ത് വെച്ച് ഇവൻ കളിക്കാം. അപ്പം മ്യൂസിക്കൽ ഇമ്പോർട്ടൻസ് അവന് താല്പര്യം ഉണ്ടെന്നുള്ളത് ഞങ്ങൾ രണ്ടുപേരും പാടും എന്നുള്ളതുകൊണ്ട് നമുക്ക് അറിയാം. കുഞ്ഞിലെ അവൻ പാടും. അതുകൊണ്ട് പാട്ട് പഠിക്കാൻ നമ്മൾ കുഞ്ഞിലെ 3 വയസ്സ് തൊട്ടേ വിടുന്നുണ്ടായിരുന്നു. അത് കഴിഞ്ഞിട്ട് ഇപ്പോൾ പിയാനോയ്ക്ക് വിടുന്നുണ്ട്. അതേപോലെ ഡ്രോയിങ് പഠിപ്പിക്കാൻ വിടണമെന്നുണ്ട്. പക്ഷെ അവൻ അത്ര നന്നായിട്ട് അവന് വരയ്ക്കുന്നതിൽ താല്പര്യം ഉണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. ഞാൻ ചെറുതായിട്ട് വരയ്ക്കും, എനിക്ക് വരച്ചല്ലേ പറ്റും. ഞാൻ ആർക്കിടെക്ചറാണ് പഠിച്ചത്. അപ്പോൾ അതുകൊണ്ട് അവന് താല്പര്യം ഉണ്ടാവും ഞാൻ വിചാരിച്ചു. പക്ഷെ വലിയ താല്പര്യമില്ല. എന്നാലും ഞാൻ പഠിപ്പിക്കാനായിട്ട് ഇവിടെ അടുത്തുള്ള ഒരു ഫേമസ് സാറിനെ കോണ്ടാക്ട് ചെയ്തായിരുന്നു. എന്നിപ്പോൾ സാറ് എൻ്റെ അടുത്ത് ആവശ്യപ്പെട്ടത് കൊച്ചു കുട്ടികളെ പഠിപ്പിക്കത്തില്ലെന്ന് ആദ്യം പറഞ്ഞു. പിന്നെ ചോദിച്ചു വരച്ച എന്തെങ്കിലും പിക്ചേഴ്സ് ഉണ്ടെങ്കിൽ അയച്ചു തരാൻ പറഞ്ഞു. അങ്ങനെ ഞാൻ ഇവൻ ഈ ചുവരിലൊക്കെ വരയ്ക്കുന്നതും പേപ്പറിലൊക്കെ ചുമ്മാ സ്ക്രിബിൾ ചെയ്ത് വരയ്ക്കുന്നത് എന്തെങ്കിലും രൂപമൊക്കെ ഉണ്ടെങ്കിൽ ചുമ്മാ വരയ്ക്കും. അത് നീറ്റൊന്നുമല്ല. ഞാൻ അതിൻ്റെ 1-2 പിക്ചേഴ്സ് ഈ സാറിന് സെൻഡ് ചെയ്ത് കൊടുത്തു. അപ്പോൾ സാറ് പഠിപ്പിച്ച ഈ UKG-യിലൊക്കെ പഠിക്കുന്ന വേറെ ഏതൊക്കെയോ കുട്ടികൾ വരച്ച പിക്ചർ എനിക്ക് ഇങ്ങോട്ട് അയച്ചു തന്നു. എന്നിട്ട് പറഞ്ഞു ഇതൊക്കെ ഇവിടെ പഠിക്കുന്ന കുട്ടികൾ UKG-B-യിലോ ഏതോ കുട്ടി UKG-B LKG എന്നൊക്കെ പറഞ്ഞ് എനിക്ക് അയച്ചു. അപ്പോൾ ഞാൻ ആലോചിച്ചു നമ്മൾ പഠിപ്പിക്കുന്ന ഒരു സാറ് ഇങ്ങനെ ചെയ്തു കഴിഞ്ഞാൽ ഈ കുട്ടികളുടെയൊക്കെ അവസ്ഥ എന്തായിരിക്കും അല്ലേ. അപ്പോഴേ ഞാൻ വിചാരിച്ചു ആ സ്ഥലത്ത് ഞാൻ പഠിപ്പിക്കാൻ വിടത്തില്ല എന്നുള്ളത്. എന്നാലും എനിക്ക് ഉണ്ടായ അനുഭവം ഞാൻ പറയുക. അപ്പോൾ നമ്മൾ അവനെ പഠിപ്പിച്ച് ഇമ്പ്രൂവ് ആക്കി എടുക്കാനാണല്ലോ ഒരു സ്ഥലത്ത്, അതും ഒരു സ്കില്ല് പഠിപ്പിക്കാനായിട്ട് വിടുന്നത്. അല്ലാതെ വേറെ കുട്ടികളെ വെച്ച് കമ്പയർ ചെയ്യാൻ ഞാൻ ഒരിക്കലും ആഗ്രഹിക്കുന്നില്ല. അതുകൊണ്ട് ഞാൻ എന്തായാലും അവിടെ വിടത്തില്ല എന്ന് തന്നെ തീരുമാനിച്ചത്. 1-2 ആൾക്കാരൊക്കെ റെഫർ ചെയ്ത് നല്ല സാറാന്നൊക്കെ പറഞ്ഞ് എനിക്ക് കിട്ടിയൊരു കോണ്ടാക്റ്റ് ആയിരുന്നു. എന്തായാലും ഞാൻ ജന്മത്തിന് ആരെയും വിടത്തുമില്ല, ആർക്കും റെഫർ ചെയ്യത്തുമില്ല. ഓക്കെ, ഇങ്ങനെ കമ്പാരിസൺ ഒരിക്കലും പാടില്ല. കുട്ടികളെ ഒരിക്കലും കമ്പയർ ചെയ്യരുത്. ഒരു പാരൻസിനും അത് ഇഷ്ടമല്ലായിരിക്കും. അപ്പോൾ ഞാൻ എന്നെക്കൊണ്ട് പറ്റുന്ന രീതിയിൽ ഇതേപോലെ സ്ക്രിബിളിംഗ് ഒക്കെ ചെയ്ത് ജസ്റ്റ് കളറിങ് ഒക്കെ ഞാൻ തന്നെ പഠിപ്പിക്കാമെന്ന് വിചാരിച്ച് വെച്ചേക്കുക. അതേപോലെ നിങ്ങൾ കുട്ടികളുടെ സ്കില്ല് എന്താണോ, ചെറിയ കാര്യങ്ങളായിരിക്കും അവർക്ക് താല്പര്യം. ചിലർ ഡ്രംസ് അടിക്കാൻ അവർക്ക് താല്പര്യം ഉണ്ടാകും, ചിലർക്ക് മൃദംഗ, വയലിൻ. അപ്പോൾ അതെന്താണെന്ന് വെച്ചാൽ കണ്ടുപിടിച്ച് അവരെ ഒരു സ്കില്ല് പഠിപ്പിക്കണം. അതേപോലെ ഈ അബാക്കസ് ട്രെയിനിങ് UKG 5 വയസ്സുള്ള കുട്ടിയൊക്കെ ഉണ്ടെന്ന് തോന്നുന്നു. അതും ബ്രെയിൻ ഡെവലപ്മെൻറ്റിന് നല്ലതാണ്. മാത്സിനൊക്കെ അവർ ഇമ്പ്രൂവ് ചെയ്യാനായിട്ട് ഒരുപാട് ഹെൽപ്പ് ചെയ്യും. അങ്ങനെ എന്തെങ്കിലും സ്കില്ലും പഠിപ്പിക്കാം. അപ്പോൾ ഒരിക്കലും അവരെ ചുമ്മാ നിർത്തി ബഹളം വയ്ക്കാനോ നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ച് അവരെ ഫോഴ്സ് ചെയ്ത് ഓരോ കാര്യങ്ങൾ ചെയ്യിക്കാനോ അവരെ വഴിക്ക് വിടാനോ ചെയ്യരുത്. എപ്പോഴും ഒരു കൺട്രോൾ നമ്മുടെ ഉണ്ടാവണം. അവർ ഈ പറഞ്ഞ ഹാബിറ്റ്സ് എല്ലാം ഫോളോ ചെയ്യുന്നു എന്നുള്ളതിൻ്റെ ഒരു മോണിറ്ററിങ് എപ്പോഴും നമ്മുടെ രീതിയിൽ തന്നെ ആയിരിക്കണം. അപ്പോൾ ഇതിൻ്റെ ഒരു ഇമ്പോർട്ടൻസ്, ഈ പാരൻറ്റിങ്ങിൻ്റെയും ഈ വെക്കേഷൻ പ്ലാനിങ്ങിൻ്റെയും ഉള്ള ഒരു ഇമ്പോർട്ടൻസ് ഞാൻ മനസ്സിലാക്കിയതും എനിക്ക് അങ്ങനെയൊക്കെ ചെയ്യണം എന്ന് തോന്നിയതും ഇപ്പോഴത്തെ ഈ സൊസൈറ്റിയിലെ ഓരോ പ്രശ്നങ്ങളൊക്കെ കേട്ടിട്ടാണ്. കൊച്ചു കുട്ടികളൊക്കെ ചെയ്യുന്ന ഓരോ കാര്യങ്ങളും അവർ ഈ വയലൻസും ഡ്രഗ്സും യൂസ് ചെയ്യുന്ന കാര്യങ്ങളൊക്കെ കേട്ടപ്പോഴത്തേക്ക് ചൈൽഡ്ഹുഡ് ട്രോമയാണ് എന്ന് ഒത്തിരി സൈക്കാട്രിസ്റ്റ് ഒക്കെ ഇൻ്റർവ്യൂസിലൊക്കെ പറയുന്നത് കേൾക്കുന്നുണ്ട്. പാരൻറ്റിങ് പ്രശ്നം കൊണ്ടാണ് ഇവരൊക്കെ ഈ ഒരു ലെവലിലോട്ട് മാറുന്നത് എന്നുള്ളത്. അപ്പോൾ അതൊരിക്കലും നമ്മുടെ കുട്ടിക്ക് ഉണ്ടാവാണ്ടിരിക്കട്ടെ എന്ന് ഞാൻ ആഗ്രഹിക്കുന്നു. അപ്പോൾ എന്നാൽ കഴിയുന്ന കുറച്ച് ടിപ്സ് നിങ്ങൾക്ക് ഹെൽപ്ഫുൾ ആവുമെന്ന് ഞാൻ പ്രതീക്ഷിച്ചുകൊണ്ട് ഞാൻ വൈൻഡ് അപ്പ് ചെയ്യുവാണ്. ഒരുപാട് ആധികാരികമായിട്ട് സംസാരിക്കാനൊന്നും എനിക്കറിയത്തില്ല. അപ്പോൾ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഇതേപോലത്തെ ടോപ്പിക്സ് നിങ്ങൾക്ക് ഇനിയും കേൾക്കാൻ താല്പര്യം ഉണ്ടെന്നുണ്ടെങ്കിൽ പാരൻറ്റിങ് റിലേറ്റഡ് ആയിട്ട് ഞങ്ങൾ ചെയ്യുന്ന കുറച്ച് ടിപ്സും എന്ന് വെച്ചാൽ ഞങ്ങൾ ചെയ്യുന്നതെല്ലാം 100% ഷുവർ ആണെന്നൊന്നുമല്ല ഞാൻ പറയുന്നത്. ഞാൻ സാറ്റിസ്ഫൈഡ് ആവുന്ന രീതിയിൽ കുറച്ച് കാര്യങ്ങൾ ഞങ്ങൾ ചെയ്യുന്നുണ്ട്. അപ്പോൾ അതിൽ കൂടുതൽ എന്തെങ്കിലും അറിയണം എന്നുണ്ടെങ്കിൽ ഏതെങ്കിലും ടോപ്പിക്കിൽ വീഡിയോ ചെയ്യണമെന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ടും കമൻറ്റ് ചെയ്യുക. അപ്പോൾ സപ്പോർട്ട് ചെയ്യുക. താങ്ക് യു സോ മച്ച്.